കഴിഞ്ഞ വീഡിയോയിൽ ഇൻകം ടാക്സ് സ്ലാബിനെ കുറിച്ച് സംസാരിച്ച സമയത്ത് പല കൂട്ടുകാരും വാട്സപ്പ് വഴി സന്ദേശം അറിയിച്ചത് ഇൻകം ടാക്സ് സ്ലാബിനെ കുറിച്ച് കുറച്ചുകൂടി വിശദമായി സംസാരിക്കണമെന്നും അതുപോലെ എങ്ങനെയാണ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള അവയർനെസ് നൽകണമെന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ വരുമാനത്തിൻ്റെ നികുതിയെയാണ് നമ്മൾ ഇൻകം ടാക്സ് എന്ന് വിളിക്കുക. ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. പ്രധാനമായും രണ്ട് തരത്തിലുള്ള ഇൻകങ്ങളാണ് നമുക്ക് വരാനുള്ളത്. വേറെയും ചില രീതികളുണ്ട്, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യാപാരം തന്നെയാണ്. വ്യാപാരം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വ്യക്തിക്ക് അതല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് സാധനം വിൽക്കുകയോ അതല്ലെങ്കിൽ സേവനം വിൽക്കുകയോ ചെയ്യുമ്പോഴുള്ള വരുമാനത്തെയാണ് നമ്മൾ ബിസിനസ് ഇൻകം എന്ന് പറയുന്നത്. പ്രധാനമായും ബിസിനസ്സിൽ നിന്നാണ് ഇൻകം എങ്കിലും അതല്ലാതെ മറ്റു ചില സോഴ്സുകളിൽ നിന്നും നമുക്ക് ഇൻകം വരാം. ഉദാഹരണത്തിന് സാലറിയിൽ നിന്ന് നമുക്ക് ഇൻകം ലഭിക്കും, കമ്മീഷൻ വഴി നമുക്ക് ഇൻകം ലഭിക്കും, അതുപോലെ തന്നെ ഹൗസ് പ്രോപ്പർട്ടി വാടകയ്ക്ക് കൊടുത്ത ബിൽഡിങ്ങിൽ നിന്ന് നമുക്ക് ഇൻകം ലഭിക്കും, നമ്മുടെ കൈവശത്തിലുള്ള പ്രോപ്പർട്ടി വിൽക്കുമ്പോൾ, ഇങ്ങനെ തുടങ്ങി പലതരം ഇൻകങ്ങൾ വരുന്ന മാർഗങ്ങൾ നമുക്കുണ്ട്. ഇതിൽ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഇൻകം എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു സാധനം വിൽക്കുകയോ ഒരു സേവനം വിൽക്കുകയോ ചെയ്യുമ്പോഴാണ് നമുക്ക് ബിസിനസ്സിൽ നിന്നുള്ള വരുമാനം ഉണ്ടാകുക. ഈ വരുമാനത്തെ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഒരു സാമ്പത്തിക വർഷത്തിൽ നമുക്ക് വന്നിട്ടുള്ള ടോട്ടൽ വരുമാനത്തിൻ്റെ, അത് സാധനം വിറ്റതാണെങ്കിലും സേവനം വിറ്റതാണെങ്കിലും ഇതിൽ നിന്നും രണ്ടും വന്ന ടോട്ടൽ വരുമാനത്തിൻ്റെ മിനിമം 8% നമ്മൾ ലാഭമായിട്ട് കാണിക്കേണ്ടത്. അവിടെ തന്നെ മുഴുവൻ ട്രാൻസാക്ഷനും നടന്നിട്ടുള്ളത് ബാങ്ക് വഴിയാണ് എങ്കിൽ 6% എടുത്താൽ മതി എന്നൊരു ക്ലോസ് കൂടെ ഉണ്ട്. ഉദാഹരണത്തിന് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ എൻ്റെ ടോട്ടൽ വിറ്റുവരവ് എന്ന് പറയുന്നത് 50 ലക്ഷമാണ് എങ്കിൽ എന്ന് സങ്കല്പിക്കാം. കഴിഞ്ഞ വർഷത്തിൽ ഞാൻ സേവനമായിട്ടോ സാധനമായിട്ടോ 50 ലക്ഷം വിറ്റിട്ടുണ്ട് എങ്കിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ മിനിമം 8% എന്ന് പറയുമ്പോൾ 50 ലക്ഷത്തിൻ്റെ 8% എന്ന് പറയുമ്പോൾ 4 ലക്ഷം രൂപ എൻ്റെ ഇൻകമാണ്. അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് മിനിമം 8ആണ്. അത് 10 ആക്കാം, 15 ആക്കാം, 20 ആക്കാം. ഇൻകം ടാക്സ് എന്ന് പറയുന്നത് സെൽഫ് ഡിക്ലറേഷനാണ്. നാം ആണ് നമ്മുടെ ഇൻകം എത്രയാണെന്ന് ഡിക്ലെയർ ചെയ്ത് കൊടുക്കുന്നത്. മിനിമം 8% എടുത്ത് നാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 50 ലക്ഷത്തിന് 4 ലക്ഷം രൂപ എൻ്റെ ഇൻകമായി നാം ഡിക്ലെയർ ചെയ്തു. ഈ 4 ലക്ഷമാണ് ഇൻകം ടാക്സ് സ്ലാബിൻ്റെ ഏത് പരിധിയിൽ വരും എന്ന് നാം നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇനി ഇൻകം ടാക്സിൻ്റെ സ്ലാബ് എങ്ങനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത് എന്നാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 2024-25 ഇൻകം ടാക്സ് സ്ലാബ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ 3 ലക്ഷം രൂപ വരെ നമുക്ക് നില്ലാണ്, ടാക്സ് അടയ്ക്കാനുണ്ടാവില്ല. 3 ലക്ഷം മുതൽ 7 ലക്ഷം വരെ 5% നമുക്ക് ടാക്സ് ആയിട്ട് വരിക. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ 3 ലക്ഷം ഒഴിവാക്കി ബാക്കി വരുന്ന 4 ലക്ഷത്തിൻ്റെ 5% നമ്മൾ ടാക്സ് ആയിട്ട് വരിക. ഇവിടെയാണ് കഴിഞ്ഞ വീഡിയോയിൽ പരാമർശിച്ച റിബേറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. 7 ലക്ഷത്തിന് നമുക്ക് അടക്കാൻ വരിക 5% 12,500 രൂപയാണ്. ഇത് നമുക്ക് റിബേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ കേസിലെ ഇൻകം പ്രകാരം 50 ലക്ഷം വിറ്റുവരവുള്ള ഞാൻ അതിൻ്റെ മിനിമം 8% 4 ലക്ഷം രൂപ ഇൻകമായി ഡിക്ലെയർ ചെയ്യുമ്പോൾ 3 ലക്ഷം രൂപയ്ക്ക് ടാക്സ് ഇല്ലാതെ വരികയും ബാക്കി വരുന്ന 1 ലക്ഷത്തിന് അതിൻ്റെ 5% കാൽക്കുലേറ്റ് ചെയ്ത് ടാക്സായി കാൽക്കുലേറ്റ് ചെയ്യുകയും അത് സർക്കാർ റിബേറ്റായി തരികയും ചെയ്യുമ്പോൾ ഞാൻ ഇൻകം ഡിക്ലെയർ ചെയ്യുന്നു. എൻ്റെ 50 ലക്ഷം ഞാൻ ഡിക്ലെയർ ചെയ്യുകയും ചെയ്യുന്നു. എനിക്ക് ടാക്സ് ബാധ്യത ഇല്ലാതെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ രീതി. ഇനി അദ്ദേഹത്തിൻ്റെ ഈ ഡിക്ലെയർ ചെയ്ത ഇൻകം, നേരത്തെ പറഞ്ഞ 8% എടുത്ത് ഡിക്ലെയർ ചെയ്ത ഇൻകം 7 ലക്ഷത്തിന് മുകളിൽ 10 ലക്ഷം വരെയാണെങ്കിൽ 10% അദ്ദേഹത്തിന് ടാക്സ് ബാധ്യത വരിക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ റിബേറ്റ് ബാധകമല്ല. ഇവിടെ നാം ഡിക്ലെയർ ചെയ്ത ടോട്ടൽ ഇൻകത്തിൽ നിന്നും ആദ്യം പറഞ്ഞ 3 ലക്ഷം കുറച്ച് ബാക്കി വരുന്ന മുഴുവൻ സംഖ്യയുടെ മേലും 10% ടാക്സ് കാണേണ്ടതുണ്ട്. ഇനി തൊട്ടടുത്ത സ്ലാബ് 10 ലക്ഷം മുതൽ 12 ലക്ഷം വരെയാണ്. അത് 15% 12 ലക്ഷം മുതൽ 15 ലക്ഷം വരെ 20%, 15 ലക്ഷത്തിന് മുകളിലാകുമ്പോൾ അത് 30% നമ്മുടെ ടാക്സ് കണക്കാക്കുക. ഇനി നേരത്തെ പറഞ്ഞ കേസിലേക്ക് വരുമ്പോൾ ഒരാളുടെ കഴിഞ്ഞ വർഷത്തെ ടോട്ടൽ വിറ്റുവരവിൻ്റെ മിനിമം 8% കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് 15 ലക്ഷത്തിലും അധികം 20 ലക്ഷമോ 25 ലക്ഷമോ വരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഭീമമായ ഒരു സംഖ്യ അവിടെ ടാക്സ് അടക്കാനായിട്ട് വരുന്നുണ്ട്.
ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ ഫിനാൻഷ്യൽ ഓഡിറ്റ് പൂർത്തിയാക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട് മുഴുവനായിട്ടും ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ട് ഓഡിറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ എക്സ്പെൻസുകൾ കൂടെ കാണിച്ച് അതിൻ്റെ ലാഭം എത്രയാണോ എന്ന് നിജപ്പെടുത്തിയ ശേഷം അതിൻ്റെ ടാക്സ് ആണ് ഈ രൂപത്തിൽ അടക്കാനുണ്ടാവുക. ഇപ്പോൾ നാം സംസാരിച്ചത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ സ്ലാബിനെ കുറിച്ചാണ്. ഇനി ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 2025 ഏപ്രിൽ തുടങ്ങി 2026 മാർച്ചിൽ അവസാനിക്കുന്ന നടപ്പ് സാമ്പത്തിക വർഷത്തിലെ സ്ലാബിനെ കുറിച്ച് സംസാരിക്കാം. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ അസസ്മെൻറ്റ് ഇയറായ അടുത്ത വർഷത്തിലാണ്. മാർച്ച് കഴിഞ്ഞ് അടുത്ത 26-27 വർഷത്തിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ നേരത്തെ പറഞ്ഞ 3 ലക്ഷത്തിൽ നിന്നും 4 ലക്ഷത്തിലേക്ക് ടാക്സ് ഇല്ലാത്ത രൂപം ഉയർത്തിയിട്ടുണ്ട്. അതായത് 4 ലക്ഷം വരെ ടാക്സ് ഉണ്ടായിരിക്കില്ല. 4 ലക്ഷം മുതൽ 8 ലക്ഷം വരെ 5%, 8 ലക്ഷം മുതൽ 12 ലക്ഷം വരെ 10% ടാക്സ് വരുന്നത്. ഈ പറയുന്ന 12 ലക്ഷം രൂപ വരെയാണ് കഴിഞ്ഞ വീഡിയോയിൽ പരാമർശിച്ച റിബേറ്റ് ബാധകമാകുക. ഇനി നിങ്ങൾ ഓരോരുത്തരും കൂട്ടി നോക്കുക, ഞാൻ എവിടെ നിൽക്കുന്നു, എൻ്റെ ഇൻകം എവിടെ നിൽക്കുന്നു, ഞാൻ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥനാണോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും കൂട്ടി നോക്കുക. ഇവിടെ ചേർത്ത് പറയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ടോട്ടൽ വിറ്റുവരവ് എന്നത് 40 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ, ഗുഡ്സിൻ്റെ സെയിലാണെങ്കിൽ, സാധനങ്ങളുടെ സെയിലാണെങ്കിൽ 40 ലക്ഷത്തിൽ കൂടുതലാണ് ഒരാളുടെ വിറ്റുവരവെങ്കിൽ അദ്ദേഹത്തിന് GST രജിസ്ട്രേഷൻ കൂടെ നിർബന്ധമായി വരും. സേവനങ്ങളുടെ കേസിൽ വരുമ്പോൾ, സേവനങ്ങളാണ് അദ്ദേഹം വിൽക്കുന്നത് എങ്കിൽ 20 ലക്ഷത്തിന് മുകളിൽ അദ്ദേഹത്തിന് വിറ്റുവരവുണ്ട് എങ്കിൽ അദ്ദേഹം GST രജിസ്ട്രേഷൻ കൂടെ എടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, വ്യാപാരവുമായി ബന്ധപ്പെട്ട മുഴുവൻ കണക്കുകളും മുഴുവൻ ക്യാഷുകളും വരേണ്ടത് വ്യാപാരത്തിൻ്റെ അക്കൗണ്ടായ കറണ്ട് അക്കൗണ്ടിലാണ്. നമ്മുടെ സേവിങ്സ് അക്കൗണ്ട് ഒരിക്കലും നാം ഒരു വ്യാപാരത്തിന് വേണ്ടി ഉപയോഗിക്കരുത്. നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിലെല്ലാം QR കോഡ് ഇപ്പോൾ സുലഭമാണ്. പക്ഷേ അവിടെയൊക്കെ നാം ശ്രദ്ധിക്കേണ്ടത് വ്യാപാരത്തിന് വേണ്ടിയിട്ടുള്ള കറണ്ട് അക്കൗണ്ട് മാത്രമേ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കാവൂ. സേവിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് പോലെ തന്നെ നമ്മുടെ സേവിങ്സ് ഇട്ട് വെക്കാനുള്ള ഒരു അക്കൗണ്ടാണ് സേവിങ്സ് അക്കൗണ്ട്. വ്യാപാരവുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും വരേണ്ടത് കറണ്ട് അക്കൗണ്ടിലാണ്. ഇൻകം ടാക്സ് സംബന്ധിച്ചും അതുപോലെ തന്നെ GSTയുമായി ബന്ധപ്പെട്ടും ഇത്തരം കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കുക എന്നത് അത്യന്താപേക്ഷിതമാണ്. നിയമത്തെക്കുറിച്ച് അറിവില്ലായ്മ എന്നത് ഒരു എക്സ്ക്യൂസേ അല്ല എന്ന് നമ്മുടെ നിയമത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വ്യാപാരത്തിൽ ഏർപ്പെടുന്ന സമയത്ത്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്ന സമയത്ത് ഇത്തരം അറിവുകളെക്കുറിച്ച് പൂർണ്ണമായ ബോധം നമുക്കുണ്ടായിരിക്കണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.